ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് സ്പാർക്കിലൂടെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻഡിവിജ്വൽ സ്പാർക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് രണ്ട് മിനിറ്റുകൾ കൊണ്ട് ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാനും അതേപോലെ പ്രിൻ്റ് എടുക്കാനും സ്പാർക്കിൽ ഓപ്ഷനുണ്ട്. മാത്രമല്ല ഓൾഡ് സ്കീമും ന്യൂ സ്കീമും കമ്പയർ ചെയ്ത് നമുക്ക് ഏതാണോ ബെനിഫിറ്റ് അത് തിരഞ്ഞെടുക്കാനുള്ള അവസരവും ലഭ്യമാണ്. നാം ആകെ ചെയ്യേണ്ടത് നമ്മുടെ ഇൻഡിവിജ്വൽ സ്പാർക്ക് ഓപ്പൺ ചെയ്യുക മാത്രമാണ്. ഇനിയും ഇൻഡിവിജ്വൽ സ്പാർക്ക് ഓപ്പൺ ചെയ്യാത്തവർക്ക് അത് എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്ന വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മാത്രമല്ല ഈ വീഡിയോ അവസാനിച്ചു കഴിഞ്ഞാൽ പ്ലേബാക്കായി ആ വീഡിയോ ലഭിക്കുന്നതുമാണ്. ഓക്കെ, നമുക്ക് സ്പാർക്കിൽ എങ്ങനെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇൻഡിവിജ്വൽ സ്പാർക്ക് ഓപ്പൺ ചെയ്ത് അവിടെ ഇൻകം ടാക്സ് എന്ന് കാണാം. ഇൻകം ടാക്സ് എന്ന വിൻഡോയിൽ ടാക്സ് കാൽക്കുലേഷൻ ന്യൂ റീജിയൻ, ആ ടാക്സ് കാൽക്കുലേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ നമ്മുടെ ഇൻകം ടാക്സ് കാൽക്കുലേഷൻ ലഭിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, നെയിം, പാൻ നമ്പർ, ഡെസ്റ്റിനേഷൻ, വർഷം എല്ലാം ഉണ്ട്. അവിടെ ഓൾഡ് ന്യൂ രണ്ടും ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ രണ്ടും നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിൽ ബെനിഫിറ്റ് ഉള്ളതാണ്. ഇവിടെ രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് നമുക്ക് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗ്രോസ് സാലറി സെയിം ആണ്. അതർ ഇൻകം ഈ വർഷം നമ്മൾ വാങ്ങിയ സാലറി അല്ലാത്ത ഇൻകം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡിഡക്ഷൻസ്, പ്രൊഫഷണൽ ടാക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയുണ്ട്, പക്ഷെ അത് പുതിയ സ്കീമിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ല. അതേപോലെ ടാക്സ് റിബേറ്റ് 1,00,000 രൂപ ടാക്സ് റിബേറ്റ് നമുക്ക് പുതിയ സ്കീമിലില്ല. ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ഡിഡക്ഷൻസും 8ാം നമ്പറിൽ ചേർക്കാവുന്നതാണ്. മറ്റ് അഡീഷണൽ ഡിഡക്ഷൻസ് കുറവ് വരുത്താനുള്ള കോളമാണിത്. ശമ്പളത്തിൽ അല്ലാതെ വരുന്ന മറ്റ് ഡിഡക്ഷൻസ് നമുക്ക് ഇവിടെ കുറവ് വരുത്താം. ഓൾഡ് സ്കീമിലും ന്യൂ സ്കീമിലും വരുന്ന ടാക്സബിൾ ഇൻകത്തിൻ്റെ മാറ്റം നമുക്കിവിടെ വ്യക്തമാവുന്നതാണ്. നമുക്ക് അനുയോജ്യമായ സ്കീം നമുക്ക് തിരഞ്ഞെടുക്കാം. നിലവിൽ ഏറ്റവും എളുപ്പത്തിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ കോപ്പി പ്രിൻ്റ് എടുക്കാനും സബ്മിറ്റ് ചെയ്യാനും കഴിയുന്ന സോഫ്റ്റ്വെയറാണ് സ്പാർക്കിൽ ലഭ്യമായിട്ടുള്ളത്. എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയാൽ അപ്രൂവൽ കൊടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഇത് റിപ്പോർട്ടിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതേപോലെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു. ഇത് പ്രിൻ്റ് എടുത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് നൽകാവുന്നതാണ്. മറ്റേത് രീതിയിൽ ചെയ്യുന്നതിലും വളരെ എളുപ്പത്തിൽ സ്പാർക്കിൽ നിന്ന് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തയ്യാറാക്കാം.